പറയിപ്പിക്കും കേട്ടോ. 2 മാസം കൊണ്ട് ഈ ഫയലിന്റെ മേലെ എന്ത് നിങ്ങൾ അടയിരുന്നു എന്നുള്ളത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അതെന്നെ നിങ്ങൾക്ക് ആരും വിളിക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പം വിളിച്ചിട്ടുണ്ടാവും? നമ്മൾ ഇതേമാതിരി കുറെ സ്ഥലത്തിന് പോയിട്ടുണ്ട്. അവർ ആദ്യം വിളിക്കുക അവരുടെ മേലധികാരികളാണ്. അതെന്താ വിളിക്കാത്തത്? അതെ, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ല. നിങ്ങൾ കാണിച്ച തോന്നിയാസം മുഴുവൻ പറയേണ്ടി വരും അവരോട്. വേണ്ട, അവരെടുത്തുന്നത് നേരത്തെ പറഞ്ഞേരി കുറുക്കന്റെ കോടതിയിൽ നിന്നുണ്ടോ കോഴിക്ക് നീതിട്ട നല്ല ഇറക്കിനാണ് വിളിക്കുന്നത്. ആരെങ്കിലും സമ്മതിച്ചു കൊടുക്കുമോ? എന്താ ചെയർപേഴ്സന്റെ റൂമിന്റെ ഉള്ളില് CCTV ഇല്ലാത്തത്? അവിടെ എന്നിട്ട് ഇങ്ങനെ നോക്കാണ് ഇവിടെ ആര് വരുന്നത്, ഇവിടെ എന്താ നടക്കുന്നത്? അവസാനത്തെ ചോദ്യം ഫ്രീ ആയിട്ട് ആ കെട്ടിടം നിങ്ങൾക്ക് തരും. നിങ്ങൾ കൗൺസില് ഇതാക്കിയിട്ട് കൗൺസിൽ തീരുമാനിക്കുന്ന റെന്റും വാടകയും മറ്റേ അതിന്റെ സംഗതി ഒക്കെ എന്താ വെച്ചാൽ അതിനകത്തായിക്കോളും. നിങ്ങൾ വാടകയെ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് സെക്രട്ടറിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് തരും. അവിടെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുമോ? ഇപ്പൊ ₹1 മുനിസിപ്പൽ ഫണ്ട് ഒന്ന് കൊടുക്കണ്ട, കൗൺസിലിൽ ഇത് വെക്കുന്നത് വരെ പറ്റുമോ? പിന്നെ എങ്ങനെയല്ലാലോ ഞങ്ങൾ പറയണത്. എഗ്രിമെന്റ് വെക്കുന്നത് വരെ പരിപൂർണമായും ബിൽഡിംഗ് ഓണറിന്റെ നിങ്ങൾക്ക് ആ ഹെൽത്ത് സെന്റർ അയാൾ വിട്ടു. അല്ല അത് വേണ്ട, അതൊക്കെ വാങ്ങാൻ ഇതിനകത്ത് ഡോക്ടറെ അപ്പോയിന്റ് ചെയ്തു. ഇവിടേക്ക് നിയമിച്ച ഫാർമസിസ്റ്റ് എവിടുന്ന കൊയിലാണ്ടിന്നോ കാസർഗോഡ് നിന്നൊക്കെ വന്നിട്ട് ആ സെന്ററിന്റെ അടുത്ത് ഹോസ്റ്റലിൽ താമസം തുടങ്ങി. അപ്പൊ ഇതിൽ നിങ്ങൾ തന്നെയാണ് പ്രതി, മുഖ്യ പ്രതികളാണ്, 1ാം പ്രതികളാണ്, 2ാമത്തെ നസീമുണ്ട്. സെക്രട്ടറി നടക്കാനൊന്നും പറഞ്ഞില്ലേ? അപ്പൊ അവിടുന്ന് അങ്ങോട്ട് മതിയല്ലോ ഇനി പൈസ കണക്കാക്കി കൊടുക്കുന്നത്. വാടക ഫ്രീ ആയിട്ട് ബിൽഡിംഗ് തരികയാണ്. അതിന്റെ മേലെ അതിനോട് വർക്കും കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് വെച്ചേ പറ്റുള്ളൂ. പാർട്ടീഷൻ വർക്കിന്റെ കാര്യത്തിൽ ഇന്നലെ NHM വന്ന ആൾക്കാർ പറഞ്ഞെന്താ, പാർട്ടീഷൻ വർക്ക് ടെൻഡർ കഴിഞ്ഞ് നടക്കുന്നത് വരെ കർട്ടൺ വെച്ച് മറച്ചിട്ട് ആ സെന്റർ തുടങ്ങിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അവിടെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള മരുന്ന് NHM വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പോക്കിത്തരം മാത്രമാണ് ബാക്കി. ഫർണിച്ചർ വാങ്ങണം. അവിടെ ഇരിക്കുന്ന ഡോക്ടർക്ക് ഇല്ലാത്ത താല്പര്യം നിങ്ങൾക്ക് എന്താ? അവിടെ ഫർണിച്ചർ നിങ്ങൾ സൗകര്യമുള്ളപ്പോ വാങ്ങിക്കൊടുത്തോളി, ഫർണിച്ചർ മതി. അങ്ങനെയല്ല അങ്ങനെ സമ്മതിച്ച അതാണ് പ്രശ്നം. ഇവിടെ ഇതേപോലെ തന്നെയാണ് ഇതിപ്പോ പൂച്ച പൊറക്കിയാടി കെട്ടി, ഇപ്പൊ പൂച്ച പൊറക്കിയാടി. നിങ്ങളിത് തുടങ്ങൂല, ഇത് നിങ്ങളെ കൊണ്ടൂല സെക്രട്ടറിനെ കൊണ്ട് പറ്റൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പലതും ഇതാക്കാതിരുന്നത്. സെക്രട്ടറിക്കെതിരെ ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അത് പറ്റാത്ത സ്ഥിതിക്ക് വെറുതെ നിങ്ങളോട് വന്നിട്ട് വെച്ചിട്ടിട്ട് എന്താ ചായക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇത് വരാത്തത്. രാവിലെ കള്ളന്മാരെ കൂട്ടം വരും. ഇവരെല്ലാം പോയിട്ട് കള്ളന്മാരെ കൂട്ടം ഇവിടെ കൂടിയിട്ട് കിട്ടിയ അന്നത്തെ പിരിവ് ഓരി വെച്ചിട്ട് ഓരി പോകും. നിങ്ങൾ എന്താ ചെയ്യണത്? ഒരു ദിവസം ചോദിച്ചിട്ടുണ്ടോ ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ എന്തിനാ അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്നിട്ട്? നിങ്ങൾ ഇവിടുത്തെ പണിക്കാരനാണോ? നിങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണോ? നിങ്ങൾ ഇവിടുത്തെ സൂപ്പറാണോ? ചോദിച്ചിട്ടുണ്ടോ?
ഇപ്പൊ പുറത്തേക്കുണ്ട്, ഇപ്പൊ പുറത്തേക്കുണ്ട്. ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ അവിടെ പണി, ഇപ്പൊ ഒന്ന് ചോദിക്കാൻ പറ്റുന്നത്? അതിനുള്ള നിങ്ങൾക്കില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മര്യാദ ഇപ്പൊ ചോദിച്ചത് സാർ ഇരിക്കും. ഇത് മര്യാദ സാർ ഇപ്പൊ ചോദിച്ചത് അതെ ചർച്ച ചെയ്യാനുള്ള മര്യാദ. രാവിലെ 10 മണിക്ക് ഇതേമാതിരിയുള്ള ഒരു സ്ത്രീ, ഒരു വീട്ടമ്മ, പാവം കൗൺസിലർ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റേ ഉള്ളൂ. അവര് രാവിലെ 9 മണി മുതൽ ഇവിടെ വന്നിട്ട് ഒരു നിരാഹാര സമരം സ്റ്റേഷനിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. തിരൂർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വന്നിട്ട് രാവിലെ എന്തെങ്കിലും ഒരു കേസാവട്ടെ, പിന്നെ മുമ്പ് FIR ഇട്ട ഒരു കേസിനകത്ത് അന്യായമായ ഒരാൾ പ്രതിയായതോ മറ്റെന്തെങ്കിലും ഒരു കേസ്, ഒരാൾ രാവിലെ മുതൽ സ്റ്റേഷന്റെ മുമ്പിൽ വന്ന് നിരാഹാരം ഇടുന്ന സാർ എന്താ ചെയ്യാ? അയാളെ വിളിച്ചിട്ട് പറയടോ ഇവിടെ വാ, നമുക്ക് കാര്യം ചർച്ച ചെയ്യാൻ, എന്താ എനിക്ക് പറയാനുണ്ടോ ചോദിക്കൂലേ? 5 മണി വരെ അത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. വന്നിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. ഇവിടെ 3 സാറിന് കാര്യങ്ങൾ അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 3 ഹെൽത്ത് സെന്റർ 2022 പിന്നെ തുടങ്ങാൻ തീരുമാനിച്ച അതിൽ 2 എണ്ണേ തുടങ്ങിയിട്ടുള്ളൂ, ഒരെണ്ണം തുടങ്ങുന്നില്ല. മലപ്പുറം ജില്ലയിൽ പിന്നെ 42 എണ്ണം ചോദിച്ചു, 41 തുടങ്ങി, ഒരെണ്ണം തുടങ്ങുന്നില്ല. കാരണം എന്താ? ആ സ്ഥലത്ത് ആദ്യമായിട്ട് അതിന്റെ ചുറ്റുവട്ടത്തുള്ള പ്രദേശത്തെ 4-5 വാർഡ് LDF ജയിച്ചു, അതുകൊണ്ട് അവിടെ തുടങ്ങില്ല. അത് തുടങ്ങേണ്ട എല്ലാ മാനദണ്ഡവും ലംഘിച്ചിട്ട് 2 എണ്ണം തുടങ്ങി. അതിന്റെ അടിയിൽ ഈ സ്ത്രീ ഒപ്പിട്ടിട്ടുണ്ട്, ഇവരത് നടത്തി കൊടുത്തിട്ടുണ്ട്. ആ ഒരെണ്ണം തുടങ്ങാത്തതിനെ സംബന്ധിച്ച് ഇന്നലെ മിനിയാന്ന് ഒരു പത്രക്കാരുണ്ട്, മിനിയാന്ന് ആ കൗൺസിലറും ഞങ്ങൾ എല്ലാവരും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇത് കൊടുക്കുന്ന അർബൻ ഡയറക്ടറുടെ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ മലപ്പുറത്ത് നിരാഹാരം ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞ ഉടനെ അവരവരെ മാന്യത കാണിച്ചു. അവർ വണ്ടി എടുത്ത് ഇവിടെ വന്നു, ആ സെന്റർ പോയി നോക്കി, ആ സെന്റർ ഫിറ്റാണ്, ഇനി ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്റെ വാട്സപ്പിലുണ്ട്, സെക്രട്ടറിനോട് പറഞ്ഞു എത്രയും വേഗം തുടങ്ങണം. ഞങ്ങൾ അവിടേക്ക് ഡോക്ടറെ നിയമിച്ചിട്ടുണ്ട്, ഞങ്ങൾ നഴ്സുമാരെ നിയമിച്ചിട്ടുണ്ട്, സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതിന് മരുന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അവിടേക്കുള്ള ഫർണിച്ചർ വാങ്ങണം. ആ ഫർണിച്ചർ വാങ്ങിയാൽ അവിടെ സംഗതി തുടങ്ങാം. എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഒരു നാട്ടിലെ നാട്ടുകാരെ മുഴുവൻ പിന്നെ ഇതാക്കിയിട്ടുള്ള പരിപാടി നടക്കൂല. അവരെന്ത് ജില്ലാ കളക്ടർ വിളിച്ചു, ജില്ലാ കളക്ടർ വിളിച്ചിട്ട് ഈ സാധനം തുടങ്ങണമെന്ന് പറഞ്ഞു. തുടങ്ങൂല. അപ്പം പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു മാറുന്നില്ല. ജില്ലാ കളക്ടർ വന്നിട്ട് വിളിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് വിഷയം ഉണ്ടാക്കി. വിഷയം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ പോല പറഞ്ഞിട്ട് ഞങ്ങളിന്ന് പോവില്ല, ഞങ്ങളെ അടിച്ച് ശരിയാക്കി പോലീസ് ജീപ്പ് കയറ്റി കൊണ്ടുപോകല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഈ കാര്യത്തിൽ തീർപ്പുണ്ടാക്കിയിട്ടേ പോകും. അപ്പൊ ആ കാര്യത്തിൽ സെക്രട്ടറി പറഞ്ഞു ഇങ്ങനെ വന്ന് ഞങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങൾ ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളെ ഇവിടെ ആക്കി വെക്കുകയാണ്. ജില്ലാ കളക്ടറെ വിളിക്കൂല, ഇവിടെ കള്ളി പോക്കിയാടും. അയാൾ പറയട്ടെ, ജില്ലാ കളക്ടറെ വിളിക്കൂല, നിങ്ങൾ വേണ്ട അല്ല വേണ്ട പറയണം. ജില്ലാ കളക്ടർ അവരെന്ന് വിളിച്ചിട്ട് വിഷയം തീർക്കണം എന്ന് പറഞ്ഞു. അവരെ മേലുദ്യോഗസ്ഥനുണ്ട്, LSTDന്റെ സെക്രട്ടറി. ആ സെക്രട്ടറിനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ വിളിക്കൂല. അവർക്ക് ആകെ ഒരു ദേവതയുണ്ട്, ആരാണ്? AP നസീം. അപ്പൊ വിളിക്കാണ്, ചെയർപേഴ്സൺ വിളിക്കാം. അവർ പറഞ്ഞ മാതിരി ഇത് നടത്താനല്ല സർക്കാർ ശമ്പളം കൊടുത്ത് ഇരിക്കുന്നത്. ഈ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച്, ഇവിടെ ചട്ടത്തിനനുസരിച്ച് ഈ മുനിസിപ്പാലിറ്റി കൊണ്ടുവരാൻ അല്ല, അതെ കളക്ടറെ വിളിച്ചോട്ടെ, കളക്ടറെ വിളിച്ചോട്ടെ. വിളിച്ചിട്ട് പറയാണ് തിരൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് ഇല്ലേ? അതേമാതിരി കളക്ടർ പറഞ്ഞു മേഡത്തിനോട് ഈ കളക്ടർ പോട്ടെ, ഇവിടെ സബ് കളക്ടർ ഉണ്ട്, ഇവിടെ സബ് കളക്ടർ ഉണ്ട്. സാറ് വിളിച്ചോ, സബ് കളക്ടറെ ചേംബറിൽ വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വരെ വിളിച്ചോ. സാർ ഇരിക്കി, നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്ത് തീർക്കാൻ അവർക്ക് ഉദ്ദേശമില്ല. അല്ല, അത് സാർ സംസാരിച്ചോളൂ. സബ് കളക്ടറോ കളക്ടറോ വിളിച്ചിട്ട് സാർ പറയുന്നത് ഇങ്ങനത്തെ ഒരു വിഷയമാണ്, ഒരു ടേബിളിൽ വെച്ചിട്ട് ഇത് സംസാരിച്ച് തീർക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡി തീർക്കാം. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിനകത്തില്ല, സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. അവരെന്താ പറയണത് മലയാളം ഞങ്ങൾക്ക് തിരിയും, സാറിന് തിരിയുമെന്ന് അറിയില്ല. ഈ നടപടിക്രമമൊക്കെ പറഞ്ഞാൽ നവംബർ 5-ാം തീയതി കോഡ് ഓഫ് കോണ്ടാക്ട് വരും. കോഡ് ഓഫ് കോണ്ടാക്ട് വന്നാൽ പിന്നെ ഈ സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് കൗൺസിലിലേക്ക് വെക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായി? അത്രയും ദിവസം തള്ളി കിട്ടും. അതാണ് വേണ്ടത്. എന്നാൽ എല്ലാം കൗൺസിലിൽ വെച്ചിട്ടാണോ? ഒരു സാധനം കൗൺസിലിൽ വെക്കുന്നില്ല. ഈ ഓഫീസിന്റെ മുഴുവൻ ഫയലും തകരാറാണ്. 20 കോടി ഉറുപ്പിക്ക് ഈ ഓഫീസിൽ തുമ്പുമാലും ഇല്ലാന്ന് ഇവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഞങ്ങളല്ല പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതാണ്.
ആ ഓഡിറ്റ് റിപ്പോർട്ട് കൗൺസിലിൽ വെക്കേണ്ട ഉദ്യോഗസ്ഥനാണ് വരും. അത് വെച്ചില്ല. ചട്ടം പറയുന്നുണ്ട് 2 മാസത്തിനകം ഒരു മുനിസിപ്പാലിറ്റിയിലെ ഓഡിറ്റ് നടത്താൻ. ഇതിലത്തെ കാര്യം പറയണത് വെച്ചാൽ ഇതിൽ ഞാൻ പറയാം, സൊല്യൂഷൻ ഞാൻ പറയാം. അത് പറയുന്നത് അത് ഞാൻ ചോദിച്ചോ. ഇതിൽ പറഞ്ഞു റെന്റ് നിശ്ചയിക്കാനുള്ള അധികാരം ഞാൻ പറഞ്ഞു 2 സെന്റർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ 2 സെന്ററിൽ നിശ്ചയിച്ചതിൽ ഏറ്റവും കുറഞ്ഞ ഇത് ഏതിന്റെ വാടകയാണ്? തൽക്കാലത്തേക്ക് ആ വാടക. ബാക്കി എത്ര സംഖ്യ എന്നുള്ളത് പിന്നെ കൗൺസിൽ തീരുമാനിച്ചോട്ടെ. ഡോക്ടർ ഉണ്ട്, പിന്നെ സ്റ്റാഫ് ഉണ്ട്, എല്ലാവരും വരും. NHM മരുന്ന് കൊണ്ടു നോക്കും. ഇവര് വേറെ ഒന്നും ചെയ്യണ്ട. ആ പിന്നെ സാധനം ചെയ്താൽ അത് പറ്റൂല. ഞങ്ങൾ അതും വിട്ടു. അതും വിട്ടിട്ട് പറഞ്ഞു റെന്റ് ഫിക്സ് ചെയ്യണ്ട, ഫ്രീ ആയിട്ട് ആ കെട്ടിടം തരും. ഫ്രീ ആയിട്ട് തരുന്ന കെട്ടിടത്തിനകത്ത് കൗൺസിൽ യോഗം ചേർന്നിട്ട് തീരുമാനിക്കുന്നത് വാടക. അത് വേറെ ഫ്രീ. അതിന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പോക്കിത്തരല്ലേ? റെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മള്. റെന്റ് ഫിക്സ് ചെയ്തിട്ട് അത് 10,000 മുകളിലാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അപ്രൂവൽ വേണം. എക്സിക്യൂട്ടീവറുടെ അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് കൗൺസിൽ അംഗീകരിച്ച് നമുക്ക് എഗ്രിമെന്റ് വെക്കാൻ കഴിയുള്ളൂ. എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടീഷൻ വർക്ക് വേണം. അപ്പം നിലവിൽ ഇപ്പോൾ NHM പാർട്ടീഷൻ വർക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ ഏറ്റവും മിനിമം അവർ പറയുന്നത് എന്നോട് ഇന്നലെ കുറച്ച് സാധനങ്ങൾ അടിയന്തരമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് ഞാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ചെയർപേഴ്സന്റെ ഒരു മുൻകൂർ അനുമതി വേണ്ടതാണ്. മുൻകൂർ അനുമതി അല്ലെങ്കിൽ പുറത്തു കമ്മിറ്റി തീരുമാനമോ വേണ്ടതാണ്. കാരണം നമ്മൾ ബിഡ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് അംഗീകരിച്ച് തരേണ്ടതാണ്. അപ്പോൾ ചെയർപേഴ്സൺ അങ്ങനെ ഒരു സമയത്ത് തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സാധനം പർച്ചേസ് ചെയ്ത് തരാം. പർച്ചേസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. അങ്ങനെയാണ് എനിക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ കണ്ണു അടച്ചപ്പോൾ ചെയർപേഴ്സൺ പ്രൊക്യൂർ കമ്മിറ്റിയോ ചെയർപേഴ്സൺ മുൻകൂറോ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് പർച്ചേസിംഗിന്റെ ഓപ്ഷനിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ചെയർപേഴ്സൺ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ സംസാരിച്ച് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സാറിനോട് ചോദിച്ചിരുന്നതാണ്. അപ്പൊ ഇതിന്റെ അപ്ഡേഷൻ ഞാൻ സാറിന് കൊടുക്കുന്നതാണ്. അപ്പൊ നിലവിൽ ഈ ഒരു പ്രശ്നം ആ രീതിയിൽ നമുക്ക് മാഡത്തിന് ഡിപ്പാർട്ട്മെന്റ് വൈസില് അതായത് ഇപ്പൊ RDO അതുപോലെ പിന്നെ മുനിസിപ്പൽ അപ്പൊ ആ രീതിയിലാണ് മാഡത്തിന്റെ രീതിയിൽ ഒന്ന് സംസാരിച്ചൂടെ? RDO ആയിട്ടും നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പറ്റാത്ത കാര്യങ്ങൾ മാഡം ഏറ്റെടുക്കാനല്ല. സാറേ ഈ പിന്നെ ചെയർപേഴ്സന്റെ ഓഫീസിൽ ഒരു 2 ആഴ്ച മുന്നേ AC വാങ്ങി. 45,000 AC ആണ്. 40-45. ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല അത് വാങ്ങിക്കാൻ. ഒരു പ്രൊക്യൂർമെന്റ് കമ്മിറ്റിയും ഇല്ല, ഒരു കൗൺസിലും ഇല്ല. ഒരു തോന്നുന്ന വാങ്ങുക, ഒരു തോന്നുന്ന നടത്താം. അതിന്റെ അടിയിലൊക്കെ ഗ്രൂപ്പ് കൊടുത്തു. എത്ര കാലം പറയുന്നു വിളിക്കണ്ടേ? അവരെ ഉദ്ദേശം അല്ല, അവരിപ്പോ ഇനി വിളിക്കും. അവർക്ക് ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയും പ്രൊക്യൂർമെന്റ് കമ്മിറ്റി പറഞ്ഞിട്ടാണോ ചെയർപേഴ്സന്റെ റൂമിൽ കേസ് വാങ്ങിയത്? ആണോ? ഈ ഓഫീസിൽ എത്ര സാധനം പ്രൊക്യൂർമെന്റ് കമ്മിറ്റി കൂടാതെ വാങ്ങിയിട്ടുണ്ട്? എത്ര സ്ഥാപനങ്ങളിൽ എന്തെല്ലാം നടത്തിയിട്ടുണ്ട്? നിങ്ങൾ കാണിച്ച തോന്നിയാസങ്ങളുടെ ഭാഗമായിട്ട് 20 കോടി റുപ്യ തുമ്പും ആരും ഇല്ലാതായി എന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പഠില്ലേ? അല്ല, അന്നൊന്നും ഇല്ലാത്ത പ്രൊക്യൂർമെന്റ് കമ്മിറ്റി നടപടിക്രമം നിങ്ങൾക്ക് ഇപ്പോ വിളിച്ചു വരുത്തി അല്ല അവരോട് വാങ്ങിക്കുക. അവര് ഒരുപാട് മുൻകൂർ അനുമതികൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം മുൻകൂർ കൊടുക്കാൻ പാടില്ലാത്തതിന് അനുമതി. ചെയർപേഴ്സന്റെ എടുത്തുന്നതിൽ നീതി കിട്ടൂല. ചെയർപേഴ്സൺ രാഷ്ട്രീയമാണ്. അത് പറഞ്ഞാലേ മുള്ളുള്ളൂ. പോയതിനു ശേഷമേ വരുള്ളൂ. 10-12 മണിക്കൂർ നേരം നിത്യേന ഇവർക്ക് എന്താ പണിയെന്ന് ചോദിക്കാൻ അവർക്ക് സൗകര്യമില്ല. കമ്മീഷൻകാരി ഓരി വെക്കുന്ന എല്ലാ സ്ഥലത്തും CCTV ഉണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതിന് മാത്രം ചട്ടം. അവരെ കൂടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായി അധിക്ഷേപിച്ചിട്ട് അതിനകത്ത് നടപടി എടുക്കാൻ ശുപാർശ ചെയ്തു വന്ന പിന്നെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട്
നടപ്പാക്കാൻ അവർക്ക് നേരമില്ല, പറ്റൂല. മറ്റൊരു പറഞ്ഞ അതും പിടിച്ചു വെച്ചു. ഇവിടുത്തെ ഒരു വനിതാ ജീവനക്കാരി ഈ ഓഫീസ് കയറി ഇറങ്ങി നടക്കുക. എന്തിനായാണ് ഇവര് നടപ്പാക്കുന്നത്? അല്ല, എനിക്കിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ അവരിന്നലെ ഇൻഡസ്ട്രിമാര് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പർച്ചേസ് ആണ്. ആ പർച്ചേസ് ചെയ്യാൻ ചെയർപേഴ്സൺ മുൻകൂറായിട്ട് തരാമോ എനിക്ക്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നാളെ തന്നെ അത് പർച്ചേസ് ചെയ്യാനുള്ള ബാക്കിയുള്ള നടപടികൾ ശ്രമിക്കാൻ പറ്റും. കൗൺസിൽ വേണ്ട പ്രൊക്യൂർമെന്റ് വിളിക്കാൻ പറ്റുമോ? അപ്പൊ നാളെ പ്രൊക്യൂർമെന്റ് വിളിക്കാന്നുണ്ടെങ്കിൽ പ്രൊക്യൂർമെന്റ് തീരുമാനിച്ചു തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം. നാളെ 11 മണിക്ക് പ്രൊക്യൂർമെന്റ് വെക്കട്ടെ. ചെയർപേഴ്സൺ ഓക്കെ, പക്ഷേ ചെയർപേഴ്സൺ ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. എന്റെ അടുത്ത് ധാരാളം ആൾക്കാർ നിൽക്കുകയാണ്. അല്ല, വാശിപ്പുറത്തുന്നുള്ളതല്ല, നമുക്ക് ഓൾറെഡി പ്രൊജക്ട് ഉണ്ടല്ലോ ചെയർപേഴ്സൺ. ആ പ്രൊജക്ടിനകത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യം, അതിനകത്തിപ്പോ പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് വേറൊന്നും ചെയ്യാനാവില്ല. ചെയർപേഴ്സന്റെ ഒരു കൺസെന്റോ അല്ലെങ്കിൽ ഒരു തീരുമാനം എനിക്ക് അതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചെയർപേഴ്സണോട് ചോദിക്കുന്നത്. അതല്ലാതെ എനിക്ക് ചെയ്യാനാവില്ലല്ലോ. അത് പ്രൊക്യൂർ കമ്മിറ്റി വിളിച്ചാൽ മതി നാളെ. പക്ഷേ ഈ സിറ്റുവേഷൻ പരിഹരിക്കേണ്ട ചെയർപേഴ്സൺ, കാരണം ആ ഒരു തീരുമാനം കിട്ടിയെങ്കിലേ എനിക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഞാൻ നിസ്സഹായാണ് കേസില്. ഇപ്പൊ എന്താ, ഇപ്പൊ ഇവരെ എല്ലാ പോലീസ് അടക്കം എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്താ അവരോട് പറയുന്നത്? കാരണം ഇത് നമുക്ക് രമ്യതയിൽ പരിഹരിക്കാമെന്നുള്ള നിലയിലാണ് ചെയർപേഴ്സണോട് സംസാരിക്കാൻ വിളിച്ചത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് ആ കാര്യമാണ് അതിന് ചെയ്യാൻ കഴിയുന്ന ഒരു കേസ്. ചൂടെ ചെയർപേഴ്സണോട് സംസാരിച്ചു. ഒരു കളക്ടറെ പറ്റൂല, സബ് കളക്ടറെ പറ്റൂല, വേറെ ആരെയും പറ്റൂല. അത് പുതിയ പഠിപ്പാണല്ലോ. അപ്പൊ ഞാനെന്നാ ഇന്ന് ഫയൽ എഴുതി വെക്കട്ടെ, മുൻകൂറിന് വേണ്ടിയിട്ടുള്ള ഫയല്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ തന്നു കഴിഞ്ഞാൽ എനിക്ക് നാളെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. പിന്നെ കൗൺസിൽ അജണ്ടയിലൊക്കെ പോകണ്ട, പ്രൊക്യൂർ കമ്മിറ്റി ബേസിക്കലി മതിയായിരുന്നു. അതാണ്. അപ്പൊ കൗൺസിലിന്റെ ആവശ്യത്തിലേക്ക് വരില്ലല്ലോ. വിളിക്കാൻ പറയട്ടെ? ചെയർപേഴ്സണൊന്ന് വിളിക്കാൻ പറയട്ടെ? ഞാൻ ചെയർപേഴ്സൺ സംസാരിക്കുമോ? ഫയൽ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ മുൻകൂർ കിട്ടി കഴിഞ്ഞാലാണ് എനിക്ക് എന്ത്. അല്ല, വേണ്ട വേണ്ട, ചെയർപേഴ്സൺ മുൻകൂർ തരുന്നു അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞേ? ഫയൽ എഴുതി വെക്കാൻ പറഞ്ഞു. ഫയൽ എഴുതി വെക്കാനല്ലേ മുൻകൂർ അനുമതി തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർത്തു പറഞ്ഞിട്ടില്ല. പിന്നെ കാര്യമില്ല. ചെയർപേഴ്സണ് നിർബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നേ വരാൻ പാടില്ല. ആ ആളെന്ത് ചെയ്തോട്ടെ, നാളെ മുൻകൂറിന് ആള് ഫയൽ വെച്ചോട്ടെ, അതിനനുസരിച്ച് മുന്നോട്ട് പോട്ടെ. ആളെ ഭാഗം ആള് ചെയ്യട്ടെ. സെക്രട്ടറിയുടെ കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറയുന്ന സെക്രട്ടറി മുൻകൂർ ഫയലാക്കി വെക്കട്ടെ. മുൻകൂറാക്കിയിട്ട് എന്താ കാര്യം? ചെയർപേഴ്സൺ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് പിന്നെ 4-5 ദിവസം കഴിഞ്ഞാൽ
മറ്റേ ഇത് വിജ്ഞാപനം വരെ നിങ്ങൾക്ക് കൊണ്ടുപോകണം. അതാണ് ഉദ്ദേശം. ഇല്ല, ഇവരെല്ലാവരും ഞാനിപ്പോ അതിനുവേണ്ടി കാരണം ഇത്രയും ആൾക്കാർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതിന്റെ അത്രയും നാളെ തന്നെ ഒരു തീരുമാനം ആക്കാൻ ഞാൻ പറ്റുമോ ശ്രമിക്കാം. അതാണ് എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്റെ ഭാഗത്തു നിന്ന് എനിക്ക് അന്തമോശം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ അതാണ്. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ സബ് കളക്ടറായിട്ട് വേണമെങ്കിൽ ഞാൻ നാടൻ ഞാൻ സംസാരിക്കാം. സബ് കളക്ടർ ഇവിടെ ഉണ്ടല്ലോ. അല്ല, സംസാരിക്കാത്ത പ്രശ്നമല്ല. സബ് കളക്ടർ രണ്ട് പ്രാവശ്യമാണ്. സബ് കളക്ടർ ഇടപെട്ട വിഷയമല്ലേ. അവരെന്താ സബ് കളക്ടറെ മധ്യസ്ഥതയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ സെക്രട്ടറി എന്താ വരാൻ തയ്യാറാവാത്തത്? സബ് കളക്ടറെ മുന്നിൽ പോയാൽ ഇവരെ കള്ളത്തരം മുഴുവൻ പൊളിയും. അതാണ് വരാത്തത്. ഞങ്ങൾ വളരെ ട്രാൻസ്പെറന്റ് ആയി പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു മറയില്ല. ഇതിന്റെ എല്ലാ ഫയലും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏതാളെടുത്തും പോയാലും ഈ കാണിക്കുന്നത് തോന്നിയാസാണ്. ഞങ്ങൾ ഒരു സംഗതിയും കാണിച്ചിട്ടില്ല. ഏതൊരാൾ കണ്ടാലും ഞങ്ങൾ പാലിക്കാവുന്ന ക്ഷമയുടെ അങ്ങേ തല പാലിച്ചിട്ടുണ്ട്. 1.5 കൊല്ലം മുമ്പ് ഈ വിഷയം വരുന്ന സമയത്തൊക്കെ ഒരു കൗൺസിലല്ലേ, ഒരു നാടിന്റെ കാര്യമല്ലേ, നല്ല നിലയ്ക്ക് സഹകരിച്ചു പോയിട്ടുണ്ട്. ഞാൻ സെക്രട്ടറി പറയട്ടെ, ഞങ്ങൾ ഈ കൗൺസിലിന്റെ എല്ലാ കാര്യങ്ങളുമായി മര്യാദയ്ക്ക് സഹകരിച്ചു പോയതാണ്. എല്ലാ കാര്യവും മര്യാദയ്ക്ക് നടത്തിപ്പോയതാ. ഇത് വേറെ വളവായതുകൊണ്ടല്ലേ അവിടെ മാത്രം ഇത് തുടങ്ങാത്തത്. ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ഈ നിങ്ങൾ എടുത്തിട്ടുള്ള കെട്ടിടം ഹെൽത്ത് സെന്റർ തുടങ്ങാൻ പര്യാപ്തമല്ല. ഒന്നുകിൽ ഇത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഈ കെട്ടിടം പിന്നെ എന്തിന് പര്യാപ്തമാക്കുക, ഹെൽത്ത് സെന്റർ തുടങ്ങാൻ പര്യാപ്തമാക്കുക. ഇവിടെ ഇവരെ ഓഫീസിൽ ഫയലുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല. അവിടെയൊക്കെ തുടങ്ങാൻ ഇവർക്ക് ഒരു ചട്ടം ഉണ്ടായിരുന്നില്ല, ഒരു നിയമം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് തുടങ്ങാൻ ചട്ടവും നിയമവും നമുക്ക് ഓടിച്ചെന്താന്ന് പറഞ്ഞാൽ അറിയാലോ. 20 കോടി ഉറുപ്പിയാണ് ഈ മുനിസിപ്പൽ ഓഫീസിൽ തുമ്പും മാറില്ലാതെ അടിച്ചു മാറ്റിയത്. ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്, പ്രിന്റഡ് രേഖ, പബ്ലിക് ഡോക്യുമെന്റാ. എവിടെയായിരുന്നു ചട്ടമൊന്നും മറ്റേ സാധനം നോക്കിയിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ 20 കോടി ഉറുപ്പിക എവിടെ പോയി തുമ്പുമാലുണ്ടാവൂലേ? അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ സമ്മതിക്കാൻ ഞങ്ങളും കൊടി പിടിച്ചാൽ തന്നെയാണ് ഇതിന്റെ ഉള്ളിലേക്ക് വന്നത്. വെറുതെ വന്നല്ല, പരീക്ഷ എഴുതി പാസ്സായിട്ടല്ല വന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾക്കും അറിയാം. അതുവരെ ആ പെണ്ണുങ്ങളോട് പട്ടിണിക്ക് ഇരിക്കണം. അത് നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ, നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് ബാധിക്കുന്ന കാര്യം. ഈ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി തുടങ്ങാതെ നിങ്ങൾക്ക് ഈ സാധനം മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സാറേ, ഞാനൊരു കഴിഞ്ഞ പ്രളയത്തിന്റെ സമയം, കോവിഡ് വന്ന സമയം, ഈ ബോയ്സ് സ്കൂളിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഈ ബോയ്സ് സ്കൂളിൽ ഞങ്ങൾ പോയിട്ട് എന്ത് ചെയ്തു? സെന്റർ തുടങ്ങി. വെള്ളം ഒഴിച്ചൊന്ന് നാട്ടുകാർ വരികയാണ്. ഞങ്ങൾ കഞ്ഞിക്കലം വാങ്ങാനും അരി വാങ്ങാനും ടെൻഡർ ചെയ്യാനും പത്രത്തിൽ പരസ്യം കൊടുക്കാനും പോയില്ല. തഹസിൽദാരുണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ട് അടിയന്തര സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തെല്ലാം നടക്കുന്നത്? ഇത് അടിയന്തര സാഹചര്യം അല്ലേ? ഒരാളവിടെ മരിക്കാൻ കിടക്കുക, അടിയന്തര സാഹചര്യം അല്ലേ? അതിന്റെ ഉത്തരവാദിത്വം സെക്രട്ടറി ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളെ പേരേലെ അങ്ങനെ വിചാരിക്കണ്ട. വെറുതെ ഇരിക്കാൻ വിചാരിക്കണ്ട. ഓഫീസ് മാനേജറിനൊക്കെ ഉണ്ട്. അത് മാറ്റി അടിയന്തര സാഹചര്യം ഈ പുസ്തകത്തിൽ പറഞ്ഞു കൊടുക്കുക. ഈ പുസ്തകത്തിന് അത് എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ അടിയന്തര സാഹചര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട്. അതായത് നേരത്തെ പറഞ്ഞു, ചെയർപേഴ്സന്റെ റൂമിലേക്ക് AC വാങ്ങാൻ പ്രശ്നമില്ല. ചെയർപേഴ്സൺ ഒറ്റയ്ക്ക് പിന്നെ എന്ത് ഒപ്പിട്ട് കൊടുത്താൽ കാശ് പാസ്സാവില്ല. ചെയർപേഴ്സൺ ഒപ്പിടുന്നതിന്റെ ഒക്കെ വലത് ഭാഗത്ത് ഇവരും കൂടി ഒപ്പിട്ട് കൊടുത്താലേ ഈ പൈസ മുഴുവൻ പാസ്സാവും. അപ്പൊ ഇവർക്ക് ചട്ടമില്ല, അപ്പൊ ഇവർക്ക് നിയമമില്ല. എത്ര റുപ്യന്റെ തിരിമറി ആരോട് നടത്തിയിരിക്കുന്നത്? അതിനകത്തൊക്കെ ഇവരൊപ്പുണ്ട്. അതിന് മുഴുവൻ അവരോട് വിശദീകരണം ചോദിച്ചിരിക്കുക. അപ്പോഴൊന്നും ഇല്ലാത്ത ചട്ടം ഇപ്പോ, ആ ചട്ടം മുസ്ലിം ലീഗ് ഓഫീസിലെ ചട്ട, അത് നടപ്പാക്കാനല്ല നിങ്ങൾ അവിടെ എത്തിയിരിക്കണത്. അത് സമ്മതിച്ചു തരില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ബലപ്രയോഗത്തിൽ ഞങ്ങളെ ഇവിടുന്ന് വലിച്ചടിച്ചു കൊണ്ടുപോകലാണ്, ഞങ്ങളെ മേലെ നിന്ന് ചോര പൊടിയലാണ്. നിങ്ങൾ കളക്ടറെ വിളിക്കും, നിങ്ങൾ സബ് കളക്ടറെ വിളിക്കും, നിങ്ങൾ LSTDന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിക്കൂല. ഒരു കാര്യം നസീമേനെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്നെ വിളിച്ചാൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കൊണ്ടിട്ടേ
ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു വിലയുണ്ട് സെക്രട്ടറി. ആ വിശ്വാസം ഒരു കസേരയിൽ ഇരിക്കുന്ന സമയത്ത് അതിനോട് നീതി പുലർത്തണം, അതിന്റെ പവർ കാണിക്കണം. അവര് പറയണ എല്ലാ തോന്നിയാസവും നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ പറയുന്ന ഒരു കാര്യം അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. അവരോട് വരാൻ പറയും. അവരുടെ സമയം ഈ കൗൺസിൽ ഇതുവരെ 31/10/2020 തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഡോക്ടർ പറയുന്നത് നിങ്ങൾ 2 ടേബിളും മരുന്ന് വെക്കാനുള്ള റാക്കും മരുന്ന് കേടാവാതിരിക്കുന്ന ഉപകരണം തുടങ്ങാൻ ഞങ്ങൾ റെഡി ആവുന്നത്. അതൊന്നും വേണ്ട, അതൊന്നും ഇവര് ചെയ്യണ്ട. ഇവര് വാടകയും കൊടുക്കണ്ട. ഇനി വേറെ നിങ്ങൾ സാധനം ഒന്നും വാങ്ങണ്ട. നിങ്ങൾക്ക് സാധനം വാങ്ങാനല്ലേ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി വേണ്ട? സാധനം വാങ്ങണ്ട. നിങ്ങൾ NHMന്റെ ആൾക്ക് പോകും, വിളിച്ചിട്ട് അവര് വിളിച്ചിട്ട് നിങ്ങളെ ഈ നടപടിക്രമങ്ങളൊന്നും വേണ്ട. അവരിതിന്റെ മരുന്ന് വാങ്ങിയിട്ടുണ്ട്, എന്ത് വാങ്ങിയിട്ടുണ്ട്, ഇവിടേക്ക് ആവശ്യമുള്ള മറ്റേ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഡോക്ടറും എല്ലാം സാധനമായിട്ട് റെഡി ആവുകയാണ്. നിങ്ങൾ NHMന്റെ ഡയറക്ടറും കൂടി തീരുമാനിച്ചിട്ട് ആ സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റും. ഒരു സാധനം വാങ്ങണ്ട, അതൊക്കെ നിങ്ങൾ കൗൺസിൽ വെച്ചിട്ട് വാങ്ങിയാൽ മതി. നിങ്ങൾ തമ്മിൽ ഇന്ന് ഇവിടെ വെച്ചിട്ട് അവർ വിളിച്ചാൽ വരും, തീരുമാനമാക്കാം. ഒരു കടലാസിൽ എഴുതി ഒപ്പിട്ടാൽ മതി. മുഴുവൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ വെറുതെ ഇവിടെ ഇരിക്കുന്നതാണ്. ഇപ്പൊ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ വിലയിരുത്തട്ടെ നേരത്തെ ചെയർപേഴ്സന്റെ വീഡിയോയും ഇപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളും. എല്ലാം കഴിഞ്ഞു, എല്ലാം നടന്നു. കൗൺസിലർ വെറുതെ നടക്കില്ലെന്നാ പറയുന്നത്. വെറുതെ നടക്കില്ല. ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അറിയാം, സെക്രട്ടറിക്ക് അറിയാം. ആ കൗൺസിലർമാരെല്ലാം തന്നെ ഇവിടെ നിരന്തരം ഘോര ആവശ്യം ഉയർത്തിയിരുന്നു. ഇപ്പോഴും ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു. പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആ ആവശ്യം പരിഗണിച്ചാൽ മാത്രം സുഖസുന്ദരമായിട്ട് അത് ഓപ്പൺ ചെയ്യാം. നാളെ തന്നെ ഓപ്പൺ ചെയ്യാം. പക്ഷെ അതിന് അംഗീകരിക്കാൻ പോലും തയ്യാറാവില്ലല്ലോ. ഒരു മുൻകൂർ അനുമതിയോടുകൂടി ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പ്രൊക്യൂർമെന്റ് കമ്മിറ്റി കൂടാനും മുൻകൂർ അനുമതിയോടുകൂടി ഈ സാധന സാമഗ്രികൾ എത്തിക്കാനുള്ള നടപടി തുടങ്ങിയ നല്ല അടിപൊളിയായിട്ട് ഉദ്ഘാടനം ചെയ്യാം. പരിശോധന തുടങ്ങാം. നാളെ തന്നെ തുടങ്ങാം. മറ്റന്നാൾ തുടങ്ങാം. എല്ലാം കഴിഞ്ഞു. വർക്ക് മുഴുവൻ കഴിഞ്ഞു. എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞു. മേഡത്തിനോട് പരിശോധിച്ചാൽ ടോയ്ലറ്റ് കോംപ്ലക്സ് എല്ലാ ഫെസിലിറ്റീസും കഴിഞ്ഞു. ഈവൻ നമ്മുടെ കോഡിന്റെ പെയിന്റ് വരെ അടിച്ചു. നമ്മൾ പറഞ്ഞു പറയാനുള്ള പെയിന്റ് വരെ ഫസ്റ്റ് കോഡ് പ്രൈമർ അടിച്ചു. ഞാനിപ്പോ പേര് എഴുതാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അതും കൂടെ നമ്മളെന്തെങ്കിലും ഇവിടെ ഇന്ന് സമരം തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതൊന്നാണ് എന്നോട് സാറിന് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവര് പറയുന്നത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല, പർച്ചേസ് സാധനങ്ങളൊക്കെ നാട്ടുകാർ വലിച്ചു തരാം, തുടങ്ങാൻ പറ്റുമെന്നുള്ള ചോദിക്കും. ആ അല്ല, അതങ്ങനെ ചെയ്യുന്നതിൽ തകരാറുണ്ടോ? അപ്പൊ അതായത് നിങ്ങളുടെ അനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് നോക്കേണ്ടത് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒരു അനുമതി തരണം. അനുമതിയുടെ കയ്യിലൊരു പ്രയാസമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ മൊത്തത്തിലൊരു ഇഷ്യൂ ആണ്, നല്ല ഇഷ്യൂ ആണ്. ഞാനിപ്പോ ഇതിനകത്ത് അറിയുന്നത് സാധനം വിളിച്ചത്. നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ട ചെറിയ ചെറിയ പിടിവാശികളൊക്കെ ഒഴിവാക്കി നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താം. പിടിവാശികളൊന്നുമില്ല. നമ്മളുമായിട്ടുള്ള വിഷമൊന്നും സെക്രട്ടറിയില്ല. രാവിലെ മുതൽ ഇവിടെ വൈകുന്നേരം ഇവിടെ പട്ടിണി കിടന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് എന്താണെന്ന് ചോദിക്കാൻ ഇതില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ്, വിളിച്ചിട്ട് വന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ തീർപ്പാക്കാൻ പറ്റിയ രൂപത്തിലേക്കുള്ള ഒരു അയവേറിയ സമീപനം നിങ്ങൾ സ്വീകരിക്കും. അല്ല, ഇതില് വേറെ കേസൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ ഒരു സാധനം പർച്ചേസ് ചെയ്തത് നോർമൽ കേസിൽ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ചാണ് പോകേണ്ടത്. അതിനാണ് നല്ല സമയം വേണ്ടി വരും. അപ്പോൾ നിലവിലിപ്പോ എന്താണ്, ഇപ്പൊ അവര് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ളതാണ് അവിടെ വേണ്ടത്. ഇപ്പൊ ഗവൺമെന്റ് ചെയർമാൻ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത നിലയിലാണ് NHMന്റെ പ്രോഗ്രാം ഓഫീസർ പറഞ്ഞത്. സ്പോൺസർ ചെയ്യാൻ ആളുണ്ടായപ്പോൾ പിന്നെന്താണ് സ്പോൺസർ ചെയ്യാൻ ആളുകൾ റെഡിയാണ്. അവിടുത്തെ വാർഡ് കൗൺസിലർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് സ്പോൺസർ സംഘടിപ്പിക്കണം. നമ്മള് പൈസ വെച്ചിട്ടുണ്ട്. പൈസ വെച്ചത് 14 ലക്ഷം റുപ്യക്ക് തുമ്പുമാരില്ല. നിങ്ങൾ കോടിക്കാർ എഴുതിയിട്ടാണ് ഫയൽ തന്നിട്ടുണ്ടല്ലോ. തോന്നിയാസാണ് കളിച്ചത് എന്നല്ല എഴുതി വെച്ചത്. അങ്ങനെ തന്നെ എഴുതി വെച്ചത്. അപ്പൊ മേഡത്തിന് തന്നെ അറിയാലോ, ഇവിടെ ഇപ്പൊ 42ഓളം വരുന്ന സെന്ററുകളിൽ ഒരെണ്ണം മാത്രമേ തീരാത്തുള്ളൂ. ഏതാനും ദിവസങ്ങൾ കൂടി പിന്നീട് ഓരോ കോൺട്രാക്ട് വരികയാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു നീതി നിഷേധിക്കപ്പെടുകയാണ്.
അതിന്റെ പ്രശ്നം അത് തുടങ്ങിയാൽ പറഞ്ഞിരിക്കാലോ. ഇല്ലാന്ന് പറഞ്ഞ് ഏതെങ്കിലും കാലത്ത് കൊടുക്കണം. അവർക്ക് ആരും ഇഷ്ടമുള്ളപ്പോൾ തുടങ്ങാനല്ലേ. ഒരു ഭരണസമിതി കാലാവധി നിങ്ങൾ പൊട്ടൻ കളിക്കല്ലേ? നിങ്ങൾ ഇവിടുന്ന് എഴുതിയ റിപ്പോർട്ടല്ലേ? രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത് തുടങ്ങാൻ പറ്റാത്തത്. നിങ്ങളല്ലേ റിപ്പോർട്ട് കൊടുത്തത്? അപ്പൊ കാരണം നിങ്ങൾക്ക് തിരിയാത്തതല്ലോ. പിന്നെ വെറുതെ അഭ്യാസം എടുക്കരുത്. അതൊക്കെ വേണ്ടി ഒരുപാട് നമ്മൾ മുന്നോട്ട് വന്നായിരുന്നല്ലോ. സെക്രട്ടറി കാര്യം ചെയ്യും. പ്രശ്നം പരിഹരിക്കാനുള്ള ഉദ്ദേശം നമുക്ക് നാട്ടുകാർക്ക് നീതി കിട്ടണം. ആ പ്രദേശത്തുള്ള ആളുകളെ ആശ്രയിക്കേണ്ട ഒരു ഹെൽത്ത് സെന്ററാണ്. ജനങ്ങൾക്ക് നീതി കിട്ടണം. നാട്ടുകാർക്ക് നീതി ചെയർപേഴ്സൺ എടുത്ത് ജനങ്ങൾക്ക് നീതി കിട്ടാനുള്ള നിങ്ങൾ ഈ രംഗത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പ്രായോഗികമായിട്ട് പറയൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ അനുസരിച്ച് എനിക്ക് ചെയ്യാൻ കഴിയും. അതെന്താണ് പ്രൊസീജിയർ? എന്താണ് ഈ പ്രൊസീജിയർ തകരാറ്? എന്താണ് തകരാറൊന്നുമില്ല. നോർമൽ കേസിൽ ഇപ്പൊ തകരാറ് മാത്രമേ ഉള്ളൂ. സാധനം പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യുന്നാലും മാത്രമേ നമുക്ക് തുടങ്ങാനാവുള്ളൂ. അത്യാവശ്യം അവിടുത്തെ കുറച്ച് ഫർണിച്ചറും അവരുടെ മെഡിസിൻ റാക്കും ഒക്കെ വേണം. അപ്പൊ അതിന് പദ്ധതി നമ്മൾ വെച്ചിട്ടുള്ളതാണ്. പദ്ധതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രതിരോധയുടെ തീരുമാനമായ ചെയർപേഴ്സണിന് മുൻകൂർ അനുമതി എനിക്ക് ആവശ്യമാണ്. അതിന് സമയം വേണം. മുൻകൂർ അനുമതി അവർ തരൂലല്ലോ. അവർക്ക് ഈ ഇങ്ങനെ ഒരു സ്ഥാപനം വരണം താല്പര്യമില്ല. ഉണ്ടെങ്കിൽ ഇന്ന് വരേണ്ടതാണ്. ഞാൻ പറയുന്നത് പൈസയൊക്കെ എത്ര വെച്ചിട്ട് സമയമായി ഇത്? ഒരാഴ്ച കഴിഞ്ഞാൽ ഇലക്ഷൻ വരാൻ പോകണം. കോൺടാക്ട് വരാൻ വേണ്ടി സിമ്പിൾ ആണ്. അതായത് NHMന്റെ ഡയറക്ടർക്ക് കടലാസ് തന്നു കിടക്കാണ്. ഇവരമാതിരിയല്ല. ദേശം ഉടുക്കുമാനുള്ള ആളാണ്. സർക്കാരിൽ നിന്ന് ഒരു കടലാസ് തന്നാൽ 20 കോടി രൂപ എന്താക്കിയെന്ന് ചോദിച്ചാൽ അതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാനാണ് ഇവർ പിടിക്കുന്നത്. ഇവർക്ക് പ്രശ്നമല്ല. പക്ഷെ NHMന്റെ ഡയറക്ടറെ ഏൽപ്പിച്ച 42 എണ്ണം തുടങ്ങാഞ്ഞിട്ട് ഒരെണ്ണം തുടങ്ങാഞ്ഞിട്ട് അയാൾക്ക് ഉറക്കം കിട്ടില്ല. നാട്ടിൽ മുഴുവൻ നടന്നിട്ട് അയാൾ മറുപടി പറയാം. ഇപ്പൊ വിളിച്ച അയാൾ ഇപ്പൊ ഈ പാതിരായ്ക്ക് വരും. നിങ്ങളമാതിരിയല്ല. ഇപ്പൊ അല്ല പറയട്ടെ, ഇപ്പൊ വിളിച്ചാൽ വരും. ഇവർക്കല്ലേ പ്രൊക്യൂർമെന്റ് കമ്മിറ്റി കൗൺസിൽ പാസ്സാവുന്ന കാലത്ത് വാങ്ങിക്കോട്ടെ. NHMന്റെ ഡയറക്ടറും മുനിസിപ്പൽ സെക്രട്ടറിയും കൂടി ഒരു കരാർ ഉണ്ടാക്കുന്നു. കൗൺസിൽ പാസ്സാക്കുന്ന സമയത്ത് ഈ സാധനങ്ങൾ വാങ്ങിയാൽ മതി. അതുവരെ തൽക്കാലം നാട്ടുകാർ കൊടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് അവിടെ പരിശോധനയും ബാക്കി കാര്യങ്ങളും നടത്താൻ NHM റെഡി. നിങ്ങൾ റെഡി ഉണ്ടോ? അതിനെന്താ പ്രശ്നം? നസീമേനോടല്ല ചോദ്യം, മുനിസിപ്പൽ സെക്രട്ടറിനോടാണ് ചോദ്യം. റെഡി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിഷയം എപ്പോ അവസാനിക്കും? അതല്ലെങ്കിൽ സെക്രട്ടറി ചോര ചിന്തിയിട്ട് ഇവിടെ ഈ വിഷയം അവസാനിക്കുള്ളൂ. ഞങ്ങളുണ്ടല്ലോ ഒരു കരിമ്പ് ജീവണ്ടെങ്കിൽ എടുത്തോണ്ട് പോണ്ടി വരും. മറുപടി പറയട്ടെ. എന്താണ് ഈ പറഞ്ഞ കാര്യം? എന്താണ് ഒന്നും ഇതൊക്കെ നീ മറ്റുള്ളവർ അറിഞ്ഞാലൊക്കെ പ്രശ്നമില്ല. പക്ഷെ കാര്യം റെഡി, പ്രശ്നം തീർക്കാൻ എല്ലാവരും റെഡി. പിന്നെന്താ പ്രശ്നം? പ്രശ്നം തീർന്ന കോട്ടയത്തിൽ നാട്ടുകാർ റെഡി. പിന്നെ എന്താണ് സെക്രട്ടറിക്ക് പ്രശ്നം? നിങ്ങളെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. നിങ്ങൾ